ജന്മാദ്യസ്ഥേതോന്നയാതിതരിതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട്ടേനെ ബ്രഹ്മകൃതായ ആദികവേ മുഖ്യന്തി യത് സൂര്യ തേജോവാരിമൃതം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അഗൈതവമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായം 25 ശ്ലോകത്തോളമാണ് പറഞ്ഞു വെച്ചത്. ഭഗവാൻ നിർഗുണനാണ്, സാത്വിക രാജസ താമസങ്ങൾക്ക് അപ്പുറത്താണെങ്കിലും ആ ഗുണങ്ങളെ സ്വീകരിച്ച് എല്ലാവരെയും ഗുണാധീനന്മാരാക്കിയിരിക്കുകയാണ് പ്രപഞ്ചത്തിൽ. അപ്പം അതിൽ ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നീ മൂന്നാക്കി താമസം, രാജസം, സാത്വികം. ജ്ഞാനശക്തി സാത്വികവും ക്രിയാശക്തി രാജസവും ദ്രവ്യശക്തി താമസവും ആണ്. ഭൂതങ്ങൾ താമസത്തിൽ നിന്നുണ്ടായി എന്നാണ് താമസാഹങ്കാരം. അപ്പം അതവിടെ താമസാദപി ഭൂതാദേർ ബിഗുർവാണാദഭൂർണഭ തസ്യ മാത്ര ഗുണശബ്ദോ ലിംഗം എട്ടു ദൃശ്യോഹോ. ആകാശവും അതിൻ്റെ അസാധാരണ ഗുണമായിട്ടുള്ള ശബ്ദവും ഉണ്ടായി. അപ്പോൾ ആദ്യം ഉണ്ടായിട്ടുള്ള പഞ്ചഭൂതമാണ് ആകാശം. 5 എണ്ണമാണ്. അതിലത്തെ ആദ്യത്തെയാണ് ആകാശം. ആ ആകാശത്തിന് ശബ്ദത്തിൻ്റെ ഗുണമുണ്ട്. ഇനി അടുത്തത് എന്താണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ സ്പർശഗുണ വായു. 2-ാമത്തെ പഞ്ചഭൂതം എഴുതിയിരുത്താലേ മനസ്സിലാവുള്ളൂ കേട്ടോ. വെറുതെ കേട്ടോ ഒന്നും പിടികിട്ടില്ല. എഴുതിയിരുത്താലോ വളരെ ഈസിയാണ്. ഇനി ഇപ്പോൾ 2-ാമതായിട്ട് വായു. ആ വായുവിൻ്റെ ഗുണമാണ് സ്പർശം. അപ്പം ആകാശത്തിന് ശബ്ദത്തിൻ്റെ ഗുണമുണ്ടാവും, വായുവിന് ആകാശത്തിൻ്റെയും സ്പർശത്തിൻ്റെയും ഗുണമുണ്ടാവും. എന്നുണ്ടാക്കിയ 3 ഗുണമുണ്ടാവും. 4-ാമത്തേൻ്റെ 4 ഗുണം, 5-ാമത്തേൻ്റെ 5 ഗുണം. 1-ന് 1 ഗുണം, 2-ന് 2 ഗുണം, 2-ാമത്തേന് 1-നും 2ഉം ഗുണം ഉണ്ടാവും. 3-ാമത്തേന് 1-നും 2ഉം 3ൻ്റെയും ഗുണം ഒന്നിച്ചുണ്ടാവും. 4-ാമത്തേത് 1+2+3+4, 5-ാമത്തേന് 1, 2, 3, 4, 5ൻ്റെയും ഗുണം. ഇവിടെ ആകാശത്തിന് ശബ്ദത്തിൻ്റെ ഗുണം മാത്രമേ ഉള്ളൂ. വായുവിനോ ആകാശത്തിൻ്റെയും സ്പർശത്തിൻ്റെയും ഗുണമുണ്ടാവും. വായുവിന് ഇന്നുണ്ടാക്കിയാൽ അതുവരെയുള്ളതിൻ്റെ ഗുണമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പരാന്നയാ ശബ്ദവാഞ്ച പ്രാണവോജസ്സഹോബലം. ഇന്ദ്രിയബലം, മനോബലം, ധാരണാബലം, ശരീരബലം ഇതെല്ലാം വായുവിൻ്റെ പ്രത്യേകതകളാണ്. പരാന്വയാ ശബ്ദവാഞ്ച പ്രാണോജ സഹോബലം. വായുവാണ് എല്ലാറ്റിനെയും ചലിപ്പിക്കുന്നത്. കയ്യിന് വായു ഇല്ല എന്നാണ്, ചലിക്കാൻ പറ്റില്ല എന്ന് പറയാം. ദേഷ്യം വന്നാലും പറയാം എൻ്റെ കയ്യിന് വായു ഉണ്ട് കേട്ടോ, നീ അറിയും. അപ്പോൾ നമ്മൾ ഈ ചലനശക്തിയെ കാണിക്കാൻ എപ്പോഴും വായുവിനെ പറയുന്നു. ഓജസ്, ബലം ഒക്കെ. അതുകൊണ്ടാണ് ഈ കയ്യും കാലും അനക്കാൻ വയ്യാണ്ടായാൽ നമ്മളെന്ത് സൂക്കടാ പറയുക? വാതം എന്നാണ് പറയുക. വാതം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? വായു ചലിക്കായ്മ. വാതം എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ വേറൊരു പര്യായമാണ് വാതരോഗം എന്ന് പറയണം ശരിക്കും. വാതം എന്ന് പറഞ്ഞാൽ കാറ്റ് മാത്രമേ ആയുള്ളൂ. വാതരോഗം എന്ന് പറഞ്ഞാൽ വായുവിന് ചലനശക്തി ഇല്ലാണ്ടാവുമ്പോൾ കയ്യും കാലും ഇളക്കാൻ ചലിപ്പിക്കാൻ പറ്റാതെയാവുന്ന സൂക്കടാണ് വാതരോഗം. വേറൊന്നുമല്ല. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യാതൊരു അത്ഭുതവും ഇല്ല. നടക്കാണ്ടായാലാണ് അതിൻ്റെയൊക്കെ അത്ഭുതം നമുക്ക് അനുഭവപ്പെടുക. അപ്പം അതുകൊണ്ട് വാതം അല്ലെങ്കിൽ വായുവാണ് ചലിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഇവിടെ. ഇനി 3
വായോരപി വികുർവാണാത് കാലകർമ്മസ്വഭാവത ഉദപത്യത തേജോ വൈ രൂപവസ്പർശശബ്ദവൽ. ആകാശമായി അതിന് ശബ്ദത്തിൻ്റെ ഗുണമേ ഉള്ളൂ. വായുവിന് ശബ്ദത്തിൻ്റെയും സ്പർശത്തിൻ്റെയും ഗുണമുണ്ട്. മൂന്നാമതോ തേജോ, അഗ്നി. മൂന്നാമത്തെ ഭൂതമാണ് അഗ്നി ഉണ്ടായി. അതിന് 3 ഗുണം ഉണ്ടാവും. തേജോ വൈ ഉദപത്യത, ആവിർഭവിച്ചു. അതിന് അഗ്നി എന്നും പറയും. ഇപ്പം തേജസത്വ വികുർവാണാദാകുമ്പോൾ അടുത്തത് വായുവിൻ്റെ സംബന്ധ നിമിത്തം സ്പർശവും ആകാശത്തോട് ചേർച്ചയിൽ ശബ്ദവും അഗ്നിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അഗ്നിക്ക് ശബ്ദവും സ്പർശവും ഉണ്ട് എന്ന് പറയാനുള്ള കാരണം. സ്പർശവും ശബ്ദവും ഉള്ളതായിരിക്കുന്ന തേജസ് ഉദ്ഭവിച്ചു. കാലം, കർമ്മം, സ്വഭാവം എന്നീ 3 ശക്തികളാണ് ഇതൊക്കെയും നിയന്ത്രിക്കുന്നത്. ഇപ്പം രൂപം എന്ന ഒരു പ്രത്യേകതയും അഗ്നിക്ക് ഉണ്ട്. രൂപത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടാവുന്നത് എന്നാണ് പറയുക. ശബ്ദം ആകാശത്തിൻ്റെ സ്വഭാവവും, സ്പർശം വായുവിൻ്റെയും, രൂപം അഗ്നിയുടെയും ആണ്. തേജസത്ത് വികുർവാണാദാസീദംഭോരസാത്മം 28ാമത്തെ ശ്ലോകം 4ാമത്തെ പഞ്ചഭൂതം അതിനെയാണ് പറയണത്. അഗ്നിയിൽ നിന്ന് എന്തുണ്ടായി? അംഭോ, അംബസ് വെള്ളം. അപ്പോൾ ആ വെള്ളത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും? ഇതിന് മുമ്പേ പറഞ്ഞതിൻ്റെ ഒക്കെ ഗുണം ഉണ്ടാവണം. ആകാശത്തിന് ശബ്ദമുണ്ട്, അപ്പോൾ വെള്ളത്തിന് ശബ്ദത്തിൻ്റെ ഗുണം ഉണ്ടാവും. വായുവിനോ ശബ്ദത്തിൻ്റെയും സ്പർശത്തിൻ്റെയും ഉണ്ടാവും ഇല്ലേ? അഗ്നിക്ക് രൂപത്തിൻ്റെയും ഉണ്ടാവും. വെള്ളത്തിന് രസത്തിൻ്റെയാണ് ഉള്ളത്. ഈ 4ഉം അപ്പോൾ വെള്ളത്തിന് ഉണ്ടാവുന്നതാണ്. ശബ്ദവും സ്പർശവും രൂപവും രസവും ഉണ്ടാവും വെള്ളത്തിന്. അതുവരെ കൂട്ടിയിട്ടുള്ള ഗുണങ്ങളെല്ലാം പിന്നീട് ഉണ്ടാവുന്ന ഒരു ഭൂതത്തിന് ഉണ്ട്. അപ്പം സ്പർശമുള്ളതും ആയ വെള്ളമാണ് 4ാമതായിട്ട് ഉണ്ടായത്. ശബ്ദ, സ്പർശ, രൂപരസങ്ങൾ ജലത്തിൻ്റെ പ്രത്യേകതകളാകുന്നു. 5ാമത്തെ വിശേഷസ്തു വികുർവാണാദംബസോ ഗന്ധവാനഭൂത്. പിന്നുണ്ടായതാണ് ഗന്ധവാൻ, ഭൂമി. ഭൂമിയുടെ സ്വഭാവമാണ് ശരിക്കും പറയാച്ചാൽ ഗന്ധം. പൂജയുടെ സമയത്ത് ഈ 5 എണ്ണം നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. എം ആകാശാത്മന പുഷ്പം കൽപ്പയാമി. ആകാശത്തിൻ്റെ പ്രതീകമായിട്ടാണ് പുഷ്പം കൽപ്പിക്കുന്നത്. പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ് പൂജ നടത്തുന്നത്. രം അഗ്നാത്മന ദീപം കൽപ്പയാമി. രം എന്ന ബീജമന്ത്രം ചേർത്ത് അഗ്നി ധൂപം കൊടിവിളക്ക് കാണിച്ചിട്ട് മണിയടിച്ച് കാണിക്കണു. യം ആകാശാത്മന, ലം ആകാശാത്മന പുഷ്പം, അങ്ങനെ കൽപ്പയാമി. അപ്പോൾ ഈ എല്ലാ ഭൂതങ്ങളുടെയും പ്രതീകമായിട്ടാണ് ജലഗന്ധ പുഷ്പങ്ങൾ പൂജയിലേക്ക് കയറി വന്നത്. ജലത്തിന് ജലമായിട്ട് തന്നെ കൊടുക്കുക. ഭൂമിക്ക് ഗന്ധം ചന്ദനം. എന്തെന്ന് പറഞ്ഞാൽ ചന്ദനാണ്. ഭൂമിയുടെ പ്രതീകമായിട്ട് ചന്ദനം പൂജയിൽ ഭഗവാന് സമർപ്പിക്കുന്നു. വെള്ളത്തിന് വെള്ളമായിട്ട് തന്നെയാണ് സമർപ്പിക്കുന്നത് ജലഗന്ധതോയങ്ങൾ. ഭൂമിയുടെ പ്രതീകമായിട്ട് ഗന്ധങ്ങളും ആകാശത്തിൻ്റേതായിട്ട് പ്രതീകമായിട്ട് പുഷ്പം സമർപ്പിക്കുന്നു. വായുവിൻ്റെ പ്രതീകമായിട്ട് ധൂപം സമർപ്പിക്കുന്നു. പുകയ്ക്ക, ആകാശമായിട്ട് ബന്ധപ്പെട്ട പുകയാണ് ധൂപം. ദീപം അഗ്നിയുടെ പ്രതീകമാണ്. ഗന്ധം ഭൂമിയുടെ പ്രതീകമാണ് ചന്ദനം. ജലം ജലമായിട്ട് തന്നെ കൊടുക്കണു. ഇങ്ങനെ പഞ്ചഭൂതങ്ങളുടെ പ്രതീകം ഈ പൂജയായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഓരോന്നും തെറ്റിക്കപ്പെട്ടതിന് ആദ്യത്തെ ഗുണമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തേന് 1, 2 ഗുണമുണ്ട്. മൂന്നാമത്തേന് 1, 2, 3, നാലാമത്തേന് 1, 2, 3, 4, അഞ്ചാമത്തേന് 1, 2, 3, 4, 5 ഗുണങ്ങൾ ഉണ്ടാകുന്നു. വിശേഷസ്തു വികുർവാണാദംഭസോ ഗന്ധവാനഭൂൻ. ഭൂമി, ശബ്ദം, സ്പർശം, രൂപം, രസം ഇവയുടെ എല്ലാ ഗുണങ്ങൾ ഭൂമിക്കുണ്ട്. ഭൂമിക്ക് 5 ഗുണങ്ങളും ഉണ്ട് എന്നർത്ഥം. അങ്ങനെ 5 എണ്ണം പഞ്ചഭൂതങ്ങൾ. അപ്പം അതിൻ്റെ സൂക്ഷ്മഭൂതങ്ങളാണ് ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ.
ഉണ്ടായത്. അടുത്തത് വൈകാരികാൻ മനോജജ്ഞെ ദേവാ വൈകാരിക ദശ ദിഗ്വാതാർക്കപ്രജയദ്വാശീർ വന്നീന്ദ്രോ ഉപേന്ദ്ര മിത്രകാഹ. വൈകാരികാത് സാത്വിക അഹങ്കാരത്തിൽ നിന്ന്. അഹങ്കാരം 3 പിരിഞ്ഞു എന്നാണ് നമ്മൾ പറഞ്ഞത്. സാത്വികം, രാജസം, താമസം. സാത്വികത്തിൽ നിന്ന് മനസ്സ് ഉണ്ടായി. പിന്നെയോ ജജ്ഞെ ജനിച്ചു എന്നർത്ഥം. ജജ്ഞെ വൈകാരികാൻ മനോജജ്ഞെ, വൈകാര്യത്തിൽ നിന്ന് മനസ്സ് ജനിച്ചു. സാത്വിക അഹങ്കാരജാതന്മാരായ ദിഗ്വാതാർക്ക പ്രചേദോഷി വന്നീന്ദ്രോപേന്ദ്ര മിത്രക. വൈകാരിക സാത്വിക അഹങ്കാരജാതന്മാരാണ് ഈ കാണുന്നതായിട്ടുള്ളതെല്ലാം. ദിക്ക്, വാദം, അർക്കൻ, പ്രചേതസ്, അശ്വിനി ദേവകൾ, വന്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, ബ്രഹ്മാവ്. ഈ 10 ദേവതകളാണ് ഇന്ദ്രിയങ്ങളുടെ ദേവതകൾ. ദിക്ക്, വാദം, അർക്കൻ, പ്രചേതസ് ഇതൊക്കെ. അപ്പം മനസ്സിൻ്റെ ദേവതയായിട്ട് ചന്ദ്രൻ ജനിച്ചു. സൃഷ്ടിയാണല്ലോ പറയണത്. സൃഷ്ടിയാണ് നാരദന് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കണം. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് മനസ്സും അതിൻ്റെ അധിഷ്ഠാന ദേവതയായ ചന്ദ്രനും ഉണ്ടായി. മനസ്സിൻ്റെ ദേവതയാണ് ചന്ദ്രൻ. ജ്യോത്സ്യപ്രകാരം ചന്ദ്രൻ്റെ സ്ഥാനം എവിടെ നിൽക്കണു എന്ന് നോക്കിയിട്ട് ഒരാളുടെ പൂർവ്വപുണ്യം, നീചജന സംസർഗം അല്ലെങ്കിൽ മഹത്തുക്കളുമായിട്ടുള്ള സംസർഗം ഇതൊക്കെ പറയാൻ പറ്റും. ചന്ദ്രൻ നിൽക്കുന്നതിനനുസരിച്ചിട്ട് അത്ര ഇതൊക്കെ പറയുക. ദിക്ക്, വായു, സൂര്യൻ, പ്രചേതസ്, അശ്വിനി, വന്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, ബ്രഹ്മാവ് എന്നീ 10 ദേവതകൾ 10 ഇന്ദ്രിയങ്ങളിൽ വസിക്കുന്നവരാണ്. 10 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. മനസ്സായി, ഇന്ദ്രിയങ്ങളായി. അതിൻ്റെ ദേവതകളാണ് വാദം, അർക്കൻ, ദിക്ക്, പ്രചേതസ്, വന്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, ബ്രഹ്മാവ്. ഇവർ 10 പേര് മനസ്സിൻ്റെ ദേവതകളായിട്ടും ജനിച്ചു. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടോ ഒക്കെ പ്രകൃതിയിലും ഉണ്ട്. അപ്പം അതിൻ്റെ ജനനം, ഉൽപ്പത്തി പറയുക, അത്രയേ ഉള്ളൂ. തേജസാത്ത് വിഗുരുബാണാദിന്ദ്രിയാണി ദശാഭവൻ. ജ്ഞാനശക്തി, ക്രിയാശക്തി, ബുദ്ധി, പ്രാണത്വ, തേജസോ. വിഗുർവാണാൻ വികാരപ്പെട്ട് മാറിയതായ തേജസാത് രാജസാഹങ്കാരത്തിൽ നിന്ന്. ദശ ഇന്ദ്രിയാണി 10 ഇന്ദ്രിയങ്ങൾ അഭവൻ ഉണ്ടായി. നേരത്തെ പറഞ്ഞു ദിഗ്വാതാർക്ക പ്രചേദോഷി വന്നീന്ദ്രോപേന്ദ്രമിത്രക. ആ സംസ്കൃതത്തിൻ്റെ ആ ഒരു പ്രത്യേകതയാണ്. ഒരൊറ്റ വരിയിൽ ചെറിയ വാക്കുകളെ കൊണ്ട് എത്ര കാര്യമാണ് അടക്കിയിരിക്കണം അറിയും. പക്ഷെ അങ്ങനെ ഒരു ഭാഷയ്ക്കും പറ്റില്ല എന്നാണ്. ദിഗ്വാതാർക്ക പ്രചേദോഷി വന്നീന്ദ്രോപേന്ദ്ര മിത്രക. ഈ വാക്കുകളിൽ എന്തൊക്കെ വന്നു? വാദം, അർക്കൻ, പ്രചേതസ്, അശ്വികൾ, വന്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, ബ്രഹ്മാവ്. ഈ 10 ദേവതകൾ കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി, വായു, ഉപസ്ഥം എന്നീ 10 ഇന്ദ്രിയങ്ങളുടെ ദേവതകളാണ് എന്ന് വന്നു. ഒരൊറ്റ വരിയിൽ അതാണ്ട് ഒതുക്കി. എന്നിട്ടോ തേജസാത്ത് വിഗുരുബാണാത് ഇന്ദ്രിയാണി ദശാഭവൻ. 10 ഇന്ദ്രിയങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടായി. ഏതൊക്കെയാണ് നമുക്കറിയാം. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. ശ്രോത്രഗ്രാണദിഗ്വാഗ്ദോ മേട്രാംഗ്രി പായവ. അതും തന്നെ വളരെ വേഗം ചെറിയ വാക്കുകളിൽ ഒതുക്കി. ശ്രോത്രം ചെവി, ത്വക്കേന്ദ്രിയം, ഘ്രാണം മൂക്ക്, ദൃക്ക് കണ്ണ്, ജിഹ്വ നാവ്, വാക്കീന്ദ്രിയം നാവടക്കം ഉണ്ടാകുന്ന വാക്കീന്ദ്രിയം, മേട്രാം വിസർജന അവയവങ്ങൾ അംഗ്രി, കാല്, പായവ, അംഗ്രി പായവ ഈ കർമ്മേന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ചു. യഥേതേ സംഗതോ ഭാവ ഭൂതേന്ദ്രിയ മനോഗുണാഃ യഥാ യതന നിർമ്മാണേ ന ശേഖുർ ബ്രഹ്മവിത്തമ.
ഇതൊക്കെ ഇപ്പം എന്തിൻ്റെ സൃഷ്ടിയാണ് പറയണതെന്നുണ്ടെങ്കിൽ വിരാട് പുരുഷൻ ലോകത്തിൽ ഉണ്ടായതിനെ കുറിച്ചാണ് പറയണത്. നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം അവയവങ്ങളുണ്ടോ അതൊക്കെ വിരാട് പുരുഷൻ്റെ ശരീരത്തിലും ഉണ്ട്. കണ്ണുണ്ട്, വിരാട് പുരുഷൻ്റെ സൂര്യനാണ് കണ്ണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മുടെ ഈ ചെവി പറയണത് ഈ അവയവമാണ്, വിരാട് പുരുഷൻ്റെയോ ദിക് ദേവതകളാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. സൂര്യനും ചന്ദ്രനുമാണ് വിരാട് പുരുഷൻ്റെ രണ്ട് കണ്ണ്. നമ്മുടെ ഈ കാണുന്ന കയ്യ് നമ്മുടെ കയ്യാണെങ്കിൽ വിരാട് പുരുഷൻ്റെ കയ്യാണ് ഇന്ദ്രൻ, ഉപേന്ദ്രനാണ് കാല്. അപ്പം നമ്മുടെ ശരീരത്തിലത്തെ ക്രോസ് സെക്ഷൻ എടുത്താൽ അതിലെന്തൊക്കെ ഉണ്ടോ അതൊക്കെ വിരാട് പുരുഷനിലും ഉണ്ട്. അതിൻ്റെ ഉൽപ്പത്തിയാണ് വർണ്ണിക്കുന്നത് നാരദനോട് ബ്രഹ്മാവ്. യഥേ സംഗതോ ഭാവ ഭൂതേന്ദ്രിയ മനോ ഗുണ യഥായതന നിർമ്മാണേ ന ശേഖുർ ബ്രഹ്മവിത്തമ. അപ്പം ഈ അവയവങ്ങളെല്ലാം ഉണ്ടായിട്ടും ഈ ശക്തി ബ്രഹ്മരൂപമായിട്ടുള്ള ശരീരത്തെ സൃഷ്ടിക്കുവാൻ അവയ്ക്ക് ശക്തിയില്ലാതെ സംഭവിച്ചുവോ? തഥാ സമ്പത്തജ അന്യോന്യം ഭഗവത് ശക്തി ചോദിത സദസത്തമുപാദായ ചോഭയം സസുജയത. അപ്പോൾ നാരദ ഭഗവാന്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവയായിട്ട് ഒന്നോടൊന്ന് യോജിച്ച് സ്ഥൂല സൂക്ഷ്മഭാവത്തെ ഗ്രഹിച്ചിട്ട് സൂക്ഷ്മ ശരീരത്തെയും വെട്ടി ശരീരത്തെയും സൃഷ്ടിച്ചു. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ 6 അടി വലിപ്പമുള്ള നമ്മുടെ ശരീരം. വ്യഷ്ടി ശരീരം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനെ 14 ലോകം അടങ്ങിയ ശരീരം. ഒന്ന് വളരെ ചെറുതാണ്, ഒന്ന് വളരെ വലുതാണ്. അതിൻ്റെ വലിപ്പം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെ വ്യക്തിഗതമായിട്ടുള്ള ശരീരങ്ങളെയും പ്രപഞ്ചപരമായിട്ടുള്ള വലിയ വിരാട് പുരുഷനെയും സൃഷ്ടിച്ചു. അങ്ങനെയാണ് സൃഷ്ടിയുടെ ഒരു ക്രമം ഉണ്ടായത്. വർഷപൂഗസഹസ്രാന്തേ തദണ്ഡമുദകേശയം കാലകർമ്മ സ്വഭാവത്തോ ജീവോ ജീവമജീവയൽ. വർഷപൂഗസഹസ്രാന്തേ അനേകം എല്ലാം കഴിഞ്ഞപ്പോൾ, വർഷക്കണക്കിന് കാലം പോയപ്പോൾ, ഉദകേശയം വെള്ളത്തിൽ കിടക്കുന്ന, ഉദകം വെള്ളം, അതിൽ ശയിക്കുക, അതാണ് ഉദകേശയം, വെള്ളത്തിൽ കിടക്കുന്ന തത് അണ്ഡം, ഈ 14 ലോകം ഒരു അണ്ഡമായിട്ടാണ് കിടന്നത്. ആണ് ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. കാലകർമ്മ സ്വഭാവസ്ഥ, കാലകർമ്മ സ്ഥിതനായ ജീവൻ അജീവം അചേതനത്തെ ജീവനുള്ളതാക്കി ചെയ്തു. ശരിക്കും വരാണെങ്കിൽ ഈ അണ്ഡം ജീവനില്ലാത്തതാണ്. സൃഷ്ടിച്ചപ്പോൾ അതിന് ജീവനില്ല. പിന്നീട് അതിന് ജീവൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ചൈതന്യമില്ലാത്ത ആ അണ്ഡത്തിന് പിന്നീട് എന്തുണ്ടായി? ചൈതന്യം സംഭവിച്ചു. ചൈതന്യസഹിതനായി എന്നർത്ഥം. അനവധി കാലം ഈ ഇന്ദ്രിയങ്ങളെല്ലാം പഞ്ചഭൂതങ്ങളെല്ലാം അടങ്ങിയ അണ്ഡം ജലത്തിൽ ചെയ്തു ഉദകേശയം. വർഷപൂഗസഹസ്രാന്തേ തദണ്ഡം ഉദകേശയം. വെള്ളത്തിൽ കിടക്കുന്നതായിട്ടുള്ള ആ അണ്ഡം വളരെ കാലം അചേതനമായിട്ട് കിടന്നു, ചലനമില്ല. പിന്നീട് ചലനം ഉണ്ടായി. കാലകർമ്മ സ്വഭാവസ്ഥോ ജീവോ ജീവമജീവയൻ. അചേതനത്തെ ജീവനുള്ളതാക്കി ഭഗവാൻ ചെയ്തു. അപ്പോഴാണ് ഭൂമി തിരിയാനും സൂര്യൻ ഉദിക്കാനും കാറ്റ് വീശാനും തുടങ്ങിയത്. അതുവരെ ഇതിനൊന്നും ചലനമില്ല. സ ഏവ പുരുഷത്തത്മാദണ്ഡം നിർഭിത്യ നിർഗത സഹസ്രോർവംഗ്രി ബാഹുവക്ഷ സഹസ്രാനനജീശ്രവാൻ. ചലനം ഉണ്ടായപ്പോൾ എന്തുണ്ടായി? സ ഏവ പുരുഷ, ആ പരമപുരുഷൻ തന്നെ അണ്ഡത്തെ പിളർന്നിട്ട് അതിൽ നിന്ന് പുറപ്പെട്ടു. ആരാണ് സചേതനമാക്കിയത്? ചലനം ഉണ്ടാക്കിയത് ചോദിച്ചാൽ ഭഗവാൻ തന്നെ. ലോകനാഥനായിട്ടുള്ള പരമേശ്വരൻ പരമാത്മാവ് ആണ് ഇതിന് ചലനശക്തി ഉണ്ടാക്കിയത്. നിർഗത പുറപ്പെട്ടു, അങ്ങനെ ചലിക്കാൻ തുടങ്ങി.
അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ലോകത്തിൽ ആദ്യം ഉണ്ടായ വിരാട് പുരുഷന് 1000 കൈകളും 1000 കാലുകളും 1000 ശിരസ്സും ഉണ്ടായിരുന്നു. സഹസ്രോർവംഗ്രി ബാഹുഅക്ഷ, ഊരു തുടകൾ, അംഗ്രി കാല്, ബാഹു കൈകൾ, അക്ഷം കൈ, കണ്ണ്, ആയിരങ്ങളാണ്. സഹസ്ര, ഊരു, അംഗ്രി, ബാഹു, അക്ഷ, ആയിരക്കണക്കിന് കണ്ണും കൈയും കാലുമുള്ള സഹസ്ര ആനനം, 1000 മുഖങ്ങളും ഉണ്ട്. അങ്ങനത്തെ ഒരു രൂപമാണ് വിരാട് പുരുഷനായിട്ട് ആദ്യം ഉണ്ടായത്. പുരുഷ സൂക്തത്തിൽ ഇതുതന്നെയാണ് വർണ്ണിക്കുന്നത്. സഹസ്രാട് ശീർഷ പുരുഷ സഹസ്രാക്ഷസഹസ്രപാത് സഭൂമിം വിശ്വതോ അദ്യതിഷ്ഠ ദശാങ്കുലം. 1000 കൈകളും 1000 തലകളും ഉള്ളതായിരിക്കുന്ന മഹാപുരുഷനെ ധ്യാനിച്ചുകൊണ്ട് പുരുഷ സൂക്തം തുടങ്ങുക. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത്, 1000 കണ്ണുകളും 1000 കാലുകളും ഉള്ള പുരുഷനെ വന്ദിച്ചുകൊണ്ട് തുടങ്ങുന്നു. അതിനിവിടെ സ ഏവ പുരുഷ അണ്ഡം നിർമ്മിത്യ തസ്മാത് നിർഗത, അതിൽ നിന്ന് പുറപ്പെട്ട 1000 അവയവങ്ങൾ, 1000 കണ്ണുകൾ, 1000 തലകൾ, 1000 ശീർഷങ്ങൾ ഒക്കെ അതിന് ഉണ്ടായിരുന്നു. യസ്യേകാവയവേർലോകാൻ കൽപ്പയന്തി മനീഷിണ കട്യാദിവിരത സപ്തസപ്തോർത്ഥം ജഗനാദിഭി. മനീഷിണ അറിവുള്ളവർ ഈ ലോകപുരുഷനിൽ, വിരാട് പുരുഷനിൽ ഏതൊരുത്തൻ്റെ ഏതൊരുത്തൻ്റെ കട്യാദിഭി, കടി എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, അരക്കെട്ട് മുതലായ അവയവൈഹി അംഗങ്ങൾ കൊണ്ട്, അധഹ താഴത്ത് സപ്തലോകാൻ 7 ലോകങ്ങളെയും, ജഗനാധിപി അരക്കെട്ട് മുതൽ കൊണ്ടുള്ള ഊർധ്വലോകങ്ങളെയും കൽപ്പിച്ചു. 1000 കൈകൾ 1000 കാലുകൾ ഇതൊക്കെ ജനിപ്പിച്ചതിന് ശേഷം എന്തുണ്ട് സൃഷ്ടിച്ചു? സൃഷ്ടിയാണല്ലോ പറയണം. അരക്കെട്ടിന് മുകളിൽ 7 ലോകവും അതിൻ്റെ താഴെ 7 ലോകവും, ഇതിനെയാണ് 14 ലോകങ്ങൾ എന്ന് പറയുന്നത്. വിരാട് പുരുഷൻ്റെ മേപ്പെട്ടുള്ള 7 ലോകവും കീഴ്പ്പെട്ടുള്ള 7 ലോകം, 7+7 ആണ് 14 ലോകങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് മൂലോകം എന്നും പറയും. അപ്പോൾ എങ്ങനെ 3 ആവുക? കീഴ്പ്പെട്ടുള്ള 7 ലോകങ്ങളെ ഒന്നിച്ച് ഗണിക്കുക, അധോലോകങ്ങൾ. മേപ്പെട്ടുള്ള 7 ലോകങ്ങളെ, മേപ്പെട്ടുള്ളത് 6 വരുള്ളൂ കേട്ടോ, 6 എണ്ണത്തിനെ ഒന്നിച്ച് ലോകമാക്കി തിരിക്കുക, അരക്കെട്ട് വേറെ ആക്കിയിട്ടും തിരിക്കുക. അപ്പോൾ 3 ലോകമായി. 6 ഊർധ്വലോകങ്ങളും 7 അധോലോകങ്ങളും 1 മധ്യവും. അത് ഭൂമിയാണെന്നാണ്. ഭഗവാന്റെ അരക്കെട്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അപ്പോൾ ഭൂമി പ്ലസ് അധോലോകങ്ങൾ പ്ലസ് ഊർധ്വലോകങ്ങളാണ് മൂലോകങ്ങൾ എന്ന് പറയുന്നത്. വേറെ വേറെ പറയുമ്പോൾ അത് 14 ലോകങ്ങളാണ്. സംഗതി ഒന്ന് തന്നെ. 7 എണ്ണത്തിനെ ഒന്നാക്കി തിരിച്ചു, ഒന്നാക്കി കൂട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ 3 ലോകങ്ങൾ എന്ന് പറഞ്ഞാലും ശരിയാണ്, 14 ലോകങ്ങൾ എന്ന് പറഞ്ഞാലും ശരിയാണ്. കാര്യത്തിന് വ്യത്യാസമില്ല. യസ്യേക അവയവേർ ലോകാൻ കൽപ്പയന്തി മനീഷിണ, അറിവുള്ളവർ ഇങ്ങനെ കൽപ്പിക്കുന്നു. കട്യാദിവിരഥ, കടി എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, അരക്കെട്ടിന് താഴെയുള്ളത് സപ്തോർദ്ധം, മോപ്പെട്ടുള്ളത് 7ഉം, ജഗനാധിപി അരക്കെട്ടിന് മേപ്പെട്ട് 6ഉം കീഴ്പ്പെട്ട് 7ഉം, അരക്കെട്ട് 1 കൂട്ടിയിട്ട് 1ഉം. ഇപ്പോൾ 7, 6, 13, 1, 14 ആയിട്ട് അറിവുള്ളവർ മനീഷിണ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് മൂലോകം അല്ലെങ്കിൽ 14 ലോകം. പുരുഷസ്യ മുഖം ബ്രഹ്മൺ ക്ഷത്രമേതസ്യ ബാഹവ ഉരോർവൈശ്യോർഭഗവത പദ്ഭ്യാഞ്ചൂദ്രോപ്യജായത. ചാതുർവർണ്ണ്യത്തിന് ഈ ലോകത്തിലുണ്ടായിരുന്നു, ഇന്നുണ്ട്. അത് ഏത് കാലത്തുണ്ടാവും. 4 തരത്തിലുള്ള ആളുകൾ ഇല്ലാതെ ഈ ലോകം നടക്കില്ല. ഇത് ജാതി വ്യവസ്ഥയോ വർണ്ണവ്യവസ്ഥയോ അല്ല. ആണെങ്കിൽ അവിടെ എത്ര ജാതി ഇവിടെ പറയണം? നമ്മുടെ നാട്ടിൽ എത്ര ജാതി ഉണ്ട്? ഒരുപാടുണ്ട് അല്ലേ?
നായര സമുദായം, പുലര സമുദായം, വാര്യർ സമുദായം, നമ്പൂരി സമുദായം, അത് തന്നെ മേനോൻ സമുദായം, കണ്ണെഴുതണവാരര്, കണ്ണെഴുതാത്തവാരര്. ജാതിയായിരുന്നെങ്കിൽ 4 എല്ലാം അടക്കി 40 ഉണ്ടായിന്ന് വരും. അപ്പോൾ ജാതിയല്ല ഇവിടെ പറയണത്. അങ്ങനൊരു സംഗതിയെ നമ്മുടെ ആർഷഭാരത സംസ്കാരം അനുകൂലിക്കണേയില്ല, സംശയിക്കണ്ട. ആർഷഭാരത സംസ്കാരം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമല്ല, ഉറപ്പ്. വർണ്ണവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. വർണ്ണം അല്ലെങ്കിൽ ലോകത്തിൻ്റെ നടത്തിപ്പിനായിക്കൊണ്ടുള്ള ചില ധർമ്മ അനുഷ്ഠിക്കാനുള്ള 4 വിഭാഗം അതുണ്ട്, ജാതിയല്ല. ഏതൊക്കെയാ ചോദിച്ചാൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വിഭാഗങ്ങളാണ്. ഇതൊരിക്കലും ജാതി വ്യവസ്ഥയല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. മുഖത്തിൽ നിന്ന് ബ്രാഹ്മണരുണ്ടായി. ഏതസ്യ പുരുഷസ്യ മുഖം ബ്രഹ്മ. മുഖത്ത് ഏതൊരു പുരുഷൻ്റെ മുഖമാണ് ബ്രാഹ്മണർ. ബാഹവ, ബാഹുക്കൾ ക്ഷത്രിയരായി. ഭഗവത ഊർവോർ, ഭഗവാന്റെ തുട ആണ് വൈശ്യർ. പദ്ഭ്യാം, 2 കാലുകളിൽ നിന്ന് ശൂദ്രൻ ജനിച്ചു. ഇത് പുരുഷ സൂക്തത്തിൽ പറയുന്നതാണ്. അപ്പോൾ കാലുകളിൽ നിന്ന് ജനിച്ച ശൂദ്രർ താഴെയാണ് എന്നും മുഖത്തിൽ നിന്ന് ജനിച്ച ബ്രാഹ്മണർ മീതെയാണ് എന്നും നമ്മൾ തെറ്റി വ്യാഖ്യാനിച്ചു. തെറ്റി അത് പറഞ്ഞു. അവിടെ ഒരിക്കലും അങ്ങനെ പറയണില്ല. ഒരു ശരീരത്തിലത്തെ കാലിന് എവിടെയാണ് പ്രാധാന്യം കുറവ്? കാലില്ലെങ്കിൽ നടക്കാൻ പറ്റുമോ? കണ്ണില്ലെങ്കിൽ കാണാൻ പറ്റുമോ? തലയില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മുഖമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇതൊക്കെ തുല്യ പ്രാധാന്യത്തിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒന്നിനേക്കാൾ മീതെ താഴെ എന്ന് വരാനല്ല. അപ്പോൾ ഈശ്വര കാര്യങ്ങൾ അനുഷ്ഠിക്കാനും വേദം പഠിക്കാനും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനും യജ്ഞം നടത്താനും യജ്ഞം നടത്തിക്കാനും ബ്രാഹ്മണർ അത് ഭഗവാന്റെ മുഖമാക്കിയിട്ട് സങ്കല്പിച്ചു. ഏതെങ്കിലും ഒന്നായിട്ട് സങ്കല്പിക്കണ്ടേ? അതിന് സങ്കല്പിച്ചു എന്നല്ലാതെ മുഖം മീതെ എന്നർത്ഥമില്ല. ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയില്ല. നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ഉണ്ടാവും. നമ്മളിപ്പോൾ തലേനയുടെ മുകളിൽ കാല് വെച്ചാൽ പറയും, തല വെക്കേണ്ടടുത്ത് എന്തായി കാല് വെക്കണം എന്ന് ചോദിച്ചു എന്ന് വരും, ഇല്ലേ? പക്ഷെ ഭഗവാന്റെ കാല് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശമുണ്ടോ? എന്ത് വിഷമം വന്നാലും നമ്മൾ ധ്യാനിക്കുക ഭഗവാന്റെ കാല, തലമണ്ടയില്ല ധ്യാനിക്കുക, അല്ലേ? ഭഗവാന്റെ പാദത്തിൽ അഭയം പ്രാപിക്കുന്നു. അപ്പോൾ കാലിനെ എവിടെയാണ് പ്രാധാന്യം കുറവ്? ഈശ്വരനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. കൈകൾ ഒന്നും പ്രാധാന്യം കുറഞ്ഞ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഒരിക്കലും ശൂദ്രൻ താഴെയോ ബ്രാഹ്മണൻ മീതെയോ ബാക്കിയുള്ളതൊക്കെ അങ്ങനെയുള്ള വ്യത്യാസങ്ങളോട് കൂടിയിട്ടോ കാണേണ്ടതല്ല. അത് തെറ്റാണ്. ഇത് നമ്മളാരും പറയണതൊന്നുമല്ല. ഭാഗവതത്തിൽ പ്രത്യേകം മനുവർത്തമ സംവാദം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൈകളിൽ നിന്ന് ക്ഷത്രിയരെ സൃഷ്ടിച്ചു, പാദത്തിൽ നിന്ന് ശൂദ്രരെ സൃഷ്ടിച്ചു, തലയിൽ മുഖത്തിൽ നിന്ന് ബ്രാഹ്മണരെയും കൈകളിൽ നിന്ന് ക്ഷത്രിയരെയും സൃഷ്ടിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൊണ്ടാണ് പറയണത്. 4 അവയവങ്ങളിൽ നിന്ന് 4 എണ്ണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കാര്യവും. പക്ഷെ അത് പോരാ, അങ്ങനെ മനസ്സിലാക്കിയാൽ പോരാ. ഇപ്പം ഞാൻ പറയാം, ക്ഷത്രിയന്മാരില്ലെങ്കിൽ എങ്ങനെ യുദ്ധത്തിൽ നിന്ന് ഈ രാജ്യം സ്വതന്ത്രമായിട്ട് നിൽക്കും? നമുക്കിവിടെ എന്തെങ്കിലും ധർമ്മം ബ്രാഹ്മണർക്ക് അനുഷ്ഠിക്കാൻ പറ്റുമോ? വിദേശ ശക്തികൾ ആധിപത്യം സ്ഥാപിച്ചാൽ പിന്നെ അവരുടെ കാര്യങ്ങളായി ഇവിടെ, ഇല്ലേ? അവർ പറയണത് നമ്മൾ കേൾക്കണം. ഇപ്പോഴും കൂടി ഇംഗ്ലീഷിൻ്റെ സ്വാധീനം പോയിട്ടില്ലേ അവിടുന്ന്? വിക്ടോറിയ കോളേജ് എന്ന് പറഞ്ഞാലേ നമുക്ക് സമാധാനമുള്ളൂ. നമ്മുടെ ഏതെങ്കിലും സംസ്കാരത്തെ കാണിക്കുന്ന പേരുകൾ ഇടാനോ നമ്മുടെ ഇതിൽ അഭിമാനം കൊള്ളാനോ ആ സ്വാധീനം കൊണ്ട് ഇപ്പോൾ പോലും നമുക്ക് സാധിക്കണില്ല. അപ്പോൾ അപ്പോഴത്തെ കഥ എന്താവും? എന്ത് വിദ്യാഭ്യാസമായിരുന്നു നമ്മുടേത്?
ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മുടെ സംസ്കാരം ഉൾക്കൊള്ളുന്നതായ ഒരു ജീവിതം നമുക്ക് വേണമെങ്കിൽ വിദേശ ശക്തികളുടെ സ്വാധീനം ഒട്ടും ഇവിടെ പാടില്ല. അത് തെറ്റാണ്. അത് നിലനിർത്തുന്നത് ക്ഷത്രിയരാണ്. ഇന്നത്തെ നിലയിൽ പറയുമ്പോൾ ആർമി നമ്മുടെ എക്സ്പെൻസിൽ എത്രയോ കോടികൾ ആർമിക്ക് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്. വലിയൊരു എമൗണ്ട് ബഡ്ജറ്റിൽ, വലിയ എമൗണ്ട്. എന്തിനാണ് ചോദിച്ചാൽ വിദേശ ശക്തികളെ കാക്കണം. അത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ എന്തിനും സജ്ജമാണ് എന്ന് വന്നാലേ വിദേശ ശക്തികൾക്ക് നമ്മളെ പേടിയുണ്ടാവുള്ളൂ. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. തൊട്ടാൽ തിരിച്ചടിക്കും, വെറുതെ ആവില്ല. അതാണ് സൈന്യം, ക്ഷത്രിയർ. അപ്പം അതൊരു ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് എവിടെ താഴെ എന്ന് പറയാൻ പറ്റുക? ഇന്നും ആചാര വെടിയോട് കൂടിയിട്ടാണ് ആർമിയിൽ ഉള്ള പട്ടാളക്കാരനെ നമ്മൾ സംസ്കരിക്കുന്നത്. അങ്ങനെയുള്ള മരണം സ്വർഗീയമാണ് എന്നാണ് പറയണത്. ആ മരണം ഒരിക്കലും കരയരുത് എന്നാണ് പറയണത്. പട്ടാളത്തിലൊരാൾ മരിച്ചാൽ കരയാൻ പാടില്ല, ദുഃഖിച്ച് കരയാൻ പാടില്ല എന്നാണ് പറയണത്. കാരണം അയാൾ സ്വർഗത്തിലേക്കാണ് പോണത്, വീരസ്വർഗം പ്രാപിക്കുക. ഒരു മാതൃഭൂമിക്ക് വേണ്ടി ഇതിലധികം ഒന്നും ചെയ്യാനില്ല. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം എൻ്റെ അച്ഛൻ പട്ടാളക്കാരനായി മരിച്ചു എന്നാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു പ്രാധാന്യം കുറവുമില്ല. ഇന്നും അവർക്ക് ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പോൾ വൈശ്യനെ കുറഞ്ഞ് കാണണ്ട. മേപ്പെട്ട് പൂവന്തോറും അല്ല പ്രാധാന്യം വരിക. ശരിക്കും പറയുക വെച്ചാൽ കീഴ്പ്പെട്ട് പൂവന്തോറും വരിക. ബ്രാഹ്മണർക്ക് ഈ 3 ആളുടെ സഹായവും വേണം. ക്ഷത്രിയർക്ക് ബാക്കിയുള്ള കീഴ്പ്പെട്ടുള്ള 2 ആളുടെ സഹായവും വേണം. കാരണം പാലുണ്ടെങ്കിലേ നെയ്യുള്ളൂ, നെയ്യുണ്ടെങ്കിലേ ഹോമം ബ്രാഹ്മണർക്ക് നടത്താൻ പറ്റൂ. അപ്പോൾ വൈശ്യനില്ലെങ്കിൽ ബ്രാഹ്മണന് കഴിഞ്ഞുകൂടാൻ പറ്റുമോ? ശൂദ്രനില്ലെങ്കിൽ ഇവർക്ക് 3 ആൾക്കും കഴിയാൻ പറ്റില്ല. കാരണം അവരുടെ സേവനത്തിലാണ് മറ്റവർ കഴിഞ്ഞുകൂടുന്നത്. ഇന്നത് ക്ലാസ് 4 അല്ലെങ്കിൽ പ്യൂണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഏത് ഓഫീസിലാണ് പ്യൂണില്ലാത്ത? ഏത് സ്കൂളിലാണ് പ്യൂണില്ലാത്ത? ഏത് ബാങ്കിലാണ് പ്യൂണില്ലാത്ത? അങ്ങനെ തന്നെ പറ്റുള്ളൂ. ഓഫീസർ ഉണ്ടാവും, പ്യൂണുണ്ടാവും, ക്ലർക്ക് ഉണ്ടാവും. മറ്റൊരു ബെല്ലടിച്ചാൽ പ്യൂണ് ചെല്ലുണ്ട് ഇല്ലേ? അതിന്നുണ്ട്. അത് ഏത് കാലത്തുണ്ട്. അത് ജാതി വ്യവസ്ഥയൊന്നുമല്ല. ഡ്രൈവർ ബസ് ഓടിക്കണു, കണ്ടക്ടർ പൈസ മേടിക്കണു, യാത്രക്കാരൻ യാത്ര ചെയ്യണു. ഈ വ്യത്യാസമില്ലാതെ ലോകം നടക്കുമോ? അത് മറ്റൊന്നിനേക്കാൾ മീതെ താഴെ എന്ന് കാണുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇത് ജാതിയല്ല, വർണ്ണമാണ്. വർണ്ണവും ജാതിയും രണ്ടാണ്. ഇപ്പോൾ ഇവിടെ പറയണം ഊർവോർ വൈശ്യോർ ഭഗവത പദ്ഭ്യാൻ ശൂദ്രോ അഭ്യജായത ആണ് ഭാഗവതം. കുറേ ആത്മതത്വങ്ങൾ മാത്രമല്ല പറയണത്, പ്രായോഗികമായിട്ടുള്ള യഥാർത്ഥ സമത്വവും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മുടെ സനാതന ധർമ്മം കാണുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.